അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്തെ മോമിനികളെ, ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്കപരിയോഗ സെലക്ടാക്കിൻകത്തെ വിഷയ ഇതാ റമദാൻ കടന്നു വന്നുകൊണ്ടുണ്ട്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ചമ്മ ആൾമാർ കഴിഞ്ഞ വർഷ അത് മുന്നലത്തെ വർഷ അല്ലെങ്കിൽ അതിന് മുന്നൽ എപ്പായെങ്കും റമദാൻ തിങ്കളിലെ നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ട് കലാ ബാക്കി നിന്നിട്ട് ഇനിയും കലാ വീട്ടാത്ത ആൾമാരുള്ളാറ്. അപ്പം ആറല്ല അങ്ങ് നോമ്പ് കലാ വീട്ടണോ, കലാ വീട്ടൊട്ടിക്ക് ആറല്ല മുദ്ദ് കൊടുക്കണോ, എന്ത്ര മുദ്ദ് ആർക്ക് കൊടുക്കണോ, എത്ര കൊടുക്കണോ, ഇനി ഒരിക്കലും നോമ്പ് പിടിക്കുക എന്നെ കൊണ്ട് സാധ്യയില്ല ആ ഒരു അവസ്ഥയിലുള്ള ആൾമാർ അങ്ങ് എന്തരാക്കണോ, അതായിട്ട് ഇവിടെ ഇന്നത്തെ വിഷയ. പിരിസത്തെ മോമിനികളെ ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങളെ മുന്നുള്ള ചൊന്നുകൊണ്ടുള്ളത്. ഈ ചൊല്ലുടെ പോയിന്റ്സ് ചിലത് വീഡിയോ കേട്ടോണ്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവറതായിട്ടിക്കോ, ചില പോയിന്റ്സ് നിങ്ങളെ ഉമ്മമാർ സഹോദരിമാർക്ക് യൂസ്ഫുൾ ആവറതായിട്ടിക്കോ, ചില പോയിന്റ്സ് ഒരിക്കലും നോമ്പുവെ പിടിക്കുകയേ സാധ്യമില്ലാത്ത ചില ആൾമാർക്ക് യൂസ്ഫുൾ ആവറതായിട്ടിക്കോ. അകത്തുള്ള ആൾമാർക്ക് ഈ വിഷയം നിങ്ങൾ ഷെയറാക്കി കൊടുക്കണം. അതിലൊട്ടികമേ ഒരു മനവി, നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടുള്ള നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കാണ്ട് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു നല്ല കാര്യത്തിന് ഞങ്ങളൊട്ടിക്ക് സപ്പോർട്ടാക്കുക വേണമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നണ്ടൊട്ടിക്ക് നിങ്ങൾ കൂടണം. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും ഖൈർ ബറക്കത്ത് നിഅമത്ത് യാറാക്കി തരുമാറാകട്ടെ. വിഷയത്ത് കടന്നു വന്നിട്ടുള്ള പിരിസത്തെ മോമിനിങ്ങളെ, ഒരാൾക്ക് ഒരു റമദാനിൽ ഒരു 5 നോമ്പ് നഷ്ടപ്പെട്ട് തിണ്ടുന്നിരിക്കുക എന്തേ എന്ന് ഉഷാറില്ലാണ്ട അല്ല എന്തെങ്കിലും കാരണം എന്നിട്ടെന്തുമല്ല, വെറുതെക്കും. ഉദാഹരണം കഴിഞ്ഞ റമദാനിൽ ഒരു 2 നോമ്പ് ഞാൻ വെറുതെക്കും പിടിച്ചിട്ടില്ല. എന്ത് റീസൺ? ഉഷാറില്ലാണ്ട അല്ല യാത്ര കാരണം, അങ്ങനെ എന്തും ഇല്ല, വെറുതെക്കും ഞാൻ ഒരു 2 നോമ്പ് വിട്ട് തിന്നെങ്കിൽ ഞാൻ അത് എപ്പോൾ കലാ വീട്ടണോ, റമദാൻ കഴിഞ്ഞ അപ്പമേ വേഗ കലാ വീട്ടണോ ഒന്നു ഞാൻ അർത്ഥാക്കൊണ്ടായതായിട്ട് ഇക്കട്. ഇങ്ങനൊരു വിഷയ റമദാൻ തിങ്കളിൽ ഒരു 5 നോമ്പ് അല്ലെങ്കിൽ ഒരു 6 നോമ്പ് ഒരു നോമ്പ് എത്രയുമാവട്ടെ എന്തെങ്കിലും ഒരു കാരണം ഇന്നതിൻ്റെ പേരിൽ ഞാൻ വിട്ട. ഉദാഹരണം എന്നൊക്കെ കഴിഞ്ഞ നോമ്പിൽ ഉഷാറില്ലാണ്ട് ഒരു 4 നോമ്പ് ഞാൻ വിട്ട, പനി വന്നിട്ട് മറந்து കുടിക്കുക വേണമായിട്ട് ഒരു 4 നോമ്പ് ഞാൻ വിട്ട. അല്ലെങ്കിൽ ഒരു പെണ്ണ് ഹൈവൈത്ത് മെൻസസൈത്ത് അല്ലെങ്കിൽ ഒരു ഉമ്മ പെത്ത് കിടന്നിട്ടുണ്ടോ, നിഫാസ് രക്തമുള്ള ടൈമായിട്ടിക്കട്, ഈ ഹൈല നിഫാസുള്ള ടൈമിൽ എന്ത് നോമ്പ് പിടിക്കൊത്തി ഹറാമായിട്ടിക്കട്. അങ്ങനെ ഒരു 5 നോമ്പാ ഒരു 4 നോമ്പാ ഒരു 10 നോമ്പാ നഷ്ടപ്പെട്ടിട്ടിക്കു. അങ്ങനെ ആയിട്ടിന്നെങ്കിൽ ആ ആളുകൾ കഴിഞ്ഞ നോമ്പിൽ നഷ്ടപ്പെട്ട് തിന്നെങ്കിൽ ഈ നോമ്പ് തോലെ അതൊക്കെ അവകാശം കൊണ്ട് പിടിക്കും. അതിനിടയിൽ നോമ്പ് പിടിച്ചെങ്കിൽ എത്ര നോമ്പ് നഷ്ടപ്പെട്ട് ആ നോമ്പ് 5 നോമ്പായിട്ട് ഒരു 5 നോമ്പ് ഈ റമദാനക്ക് മുന്നലും പിടിച്ചങ്ങ് മയ്യാവും. ഇനി ഈ റമദാൻ തോലെ ടൈം എന്നിട്ടും പിടിച്ചിട്ടില്ല ആ പെണ്ണിങ് എന്തായിട്ട് ഈ റമദാനും വന്നു പോയിട്ട്, അപ്പം പിന്നെ എന്താക്കണോ, ഈ റമദാൻ കഴിഞ്ഞിട്ട് അതിൽ പിടിക്കണോ. ആ പിടിച്ചെങ്കിൽ ആ നോമ്പ് മാത്രം പിടിച്ച മയ്യാവല. ഈ നോമ്പുരെ ഇടൽ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഈ റമദാൻ്റെ മുന്നൽ പിടിച്ച് തീർക്കറെങ്കിൽ കാലി നോമ്പ് പിടിച്ചെങ്കിൽ മയ്യാവാത്ത്. അതേ ടൈമിൽ ആ പെണ്ണിങ് ഈ റമദാൻ എത്തിയിട്ടും നോമ്പ് പിടിച്ചില്ല, റമദാനും കഴിഞ്ഞിട്ട് അപ്പുറം പോയെങ്കിൽ നോമ്പും പിടിക്കണോ. അതിലൊട്ടികെ ഒരു മുദ്ദ് ഫുഡ് കൊടുക്കണോ. ഒരു മുദ്ദ് ചെന്നെങ്കിൽ ഒരു അന്താജ് പ്രകാരം ഒരു സൂക്ഷ്മത വേണമായിട്ട് ഒരു 700 അല്ലെങ്കിൽ ഒരു 750 ഗ്രാം അരി പാവങ്ങൾക്ക് സ്വതൊക്കെ കൊടുക്കണോ നിർബന്ധമായിട്ട് കിട്ടത് ഗുന്തയിട്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഈ നോമ്പ് തോലെ എത്തിയിട്ടും കലാ വീട്ടില്ലെങ്കിൽ ഈ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ കലാ വീട്ടെങ്കിലായിട്ട് ഒരു മുദ്ദു റമദാനിലെ നോമ്പും കലാ വീട്ടണം അതിരട്ടിക്ക് ഒരു മുദ്ദു. ഇനി കഴിഞ്ഞ നോമ്പൊരുതല്ല, അതൊക്കെ മുന്നലത്തെ നോമ്പായിട്ടിക്കട്, മുന്നലത്തെ വർഷത്തെ നോമ്പായിട്ടിക്കട് കലാ വീട്ടതെങ്കിൽ അതിൽ പിന്നെ റമദാൻ വന്നെങ്കിൽ 2 മുദ്ദ് കൊടുക്കണോ. ഇങ്ങനെ എത്ര വർഷത്തെ മുന്നലത്തെ നിങ്ങൾ വീട്ടേ ആ വർഷ കളിരനുസരിച്ച് മുദ്ദര കണക്കും യാറാവൂ. മുദ്ദ് നാ ചെന്നല്ലേ ഒരു മുദ്ദ് ചെന്നെങ്കിൽ 700 ഗ്രാം ആയിട്ടിക്കറ്. ഒരു നോമ്പ് 700 ഗ്രാം നിങ്ങൾക്ക് കൊടുക്കണു. ഇനി 750 കൊടുക്കുക, കുറയണ്ട എന്ന് ബാക്കിയായി പോകണ്ട ഹക്കിൽ ഒരിക്കൽ യാറായെങ്കും നോ പ്രോബ്ലം. 750 ഗ്രാം ഞങ്ങൾ കൊടുക്കണു. ഇതായിട്ടിക്കട് വിഷയം. പിരിസത്തെ മോമിനിങ്ങൾ അപ്പം ഗൊന്തയിട്ടല്ല. അപ്പം റീസണോട് കൂടി കാരണം ഇന്നതോടുകൂടി നഷ്ടപ്പെട്ട നോമ്പെങ്കിൽ നെക്സ്റ്റ് നോമ്പത്തോളം അവകാശമുണ്ട്. അത് അതിനിടയിൽ പിടിച്ച് തീർത്തമയ്യാവും. പിടിച്ച് തീർക്കാണ്ട് നെക്സ്റ്റ് റമദാനും കൂടി വന്നെങ്കിൽ ഖാലി നോമ്പേ കലാ വീട്ടെ മയ്യാവല ഒരു മുദ്ദ് ഒരു നോമ്പുക്കും അനുസരിച്ച് കൊടുക്കണമെന്നാണ് ചെന്ന്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ ചമ്മ പെണ്ണിങ്ങന്മാർക്ക് ഇത് യൂസ്ഫുൾ ആവരുത്. എനിക്കതൊരു വിഷയമായിട്ട് ഇക്കണ്. കഴിഞ്ഞല്ല അത് മുന്നലത്തെ വർഷത്തെ റമദാൻ്റെ നോമ്പ് വരെ ബാക്കിയുള്ള പെണ്ണിങ്ങ ഉള്ളാറ്. കഴിഞ്ഞ വർഷത്തെ റമദാൻ്റെ നോമ്പ് ബാക്കിയുള്ള വേഗം പിടിച്ച് തീർക്കണം. ഇനി ഒരു കൊറിയ നാളുണ്ട് പിടിക്കാണ്ട് നിങ്ങൾ ക്രോസ് ആയെങ്കിൽ കാലി നോമ്പ് പിടിച്ച മയ്യാവല ഒരു മുദ്ദും കൂടി കൊടുക്കണോ. ഇനി പിരിസത്തെ മോമിനികളെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾമാർ കഴിഞ്ഞ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാറ് എന്തേ ഉഷാറില്ലാണ്ട്. അങ്ങനെ അയാൾ എന്തായിട്ട് ഈ റമദാൻ തോൽ ടൈം ഉണ്ടെന്ന് വെച്ചൊന്നെ അതിനിടയിൽ അയാൾ മറിച്ചു പോയെങ്കിൽ അയാൾ എന്താക്കണോ, അയാൾ ഉത്തരം മക്ക അയാളെ സമ്പത്ത് ബാക്കിയെന്നെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് പൈസ എടുത്തിട്ട്
ഒരു മുദ്ദ് കൊടുക്കണം. എപ്പോൾ? ഈ റമദാൻ്റെ ഇടൽ അയാൾ മരിച്ചതായിട്ട് ഈ റമദാനും ക്രോസ് ആക്കിത്ത് നോമ്പ് തീർക്കൊള്ള അവകാശം ഇന്നിട്ടും എല്ലാം ഉഷാറിന്ത് നോമ്പ് പിടിച്ചിട്ട് തീർക്കൊള്ള അവകാശം ഇന്നിട്ടും അയാൾ ഈ ഒരു വർഷം നോമ്പ് പിടിച്ചില്ല, നെക്സ്റ്റ് റമദാൻ വന്നെങ്കിൽ അതിൽ പിന്നെ അയാൾ മൗത്തായെങ്കിൽ അയാളെ നിരച്ചിട്ട് 2 മുദ്ദു യൗത്രങ്ങ് അയാളെ അയാളെ സമ്പത്തിൽ നിന്ന് ബാക്കി ഇന്നെങ്കിൽ കൊടുക്കണം. മക്കളെ മേലെ നിർബന്ധം. എപ്പോൾ? ബാപ്പര സമ്പത്ത് ഇന്നെങ്കിൽ നിർബന്ധം ಅವರು അയാൾക്ക് 2 മുദ്ദു കൊടുക്കണം. എന്തുക്ക്? ഒരു മുദ്ദു നോമ്പ് പിടിക്കാത്തതുക്കും എന്നൊരു മുദ്ദു ആ ലിമിറ്റെല്ലാം ക്രോസ് ആക്കിയിട്ട് അപ്പുറം ക്രോസ് ആയതുക്ക് വേണമായിട്ടും ഒരു വർഷം ടൈം ഇന്നിട്ടും ലേറ്റാക്കിയിട്ടല്ലേ അത് വേണമായിട്ടും അങ്ങനെ 2 കൊടുക്കണോ. അതേ ടൈമിൽ അത് റമദാൻ അത്ര മുന്നലേ മറിച്ച് പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിക്കാത്തതുക്കുള്ള ഒരു മുദ്ദ് മാത്രം കൊടുത്തെങ്കിൽ മയ്യാവും. ഇനിയൊരു പോയിന്റ്, ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണിങ്ങൾക്ക് യൂസ് ആവുന്നതായിട്ടിക്കട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണിങ്ങ ഒരു കറുപ്പുഞ്ചായിട്ടുള്ള പെണ്ണിങ്ങ അല്ലെങ്കിൽ പാൽ കൊടുത്തോണ്ടുള്ള ഉമ്മ, ചെറിയ കിടാവ് മുലപ്പാൽ കൊടുത്തോണ്ടുള്ള ഒരു ഉമ്മ, ആ ഉമ്മക്ക് റമദാൻ തിങ്കളിൽ നോമ്പ് പിടിക്കുമ്പോൾ ഒരു ടൈമിലും റമദാനിൽ ഡോക്ടറെ ചെന്ന് ഒരു പെണ്ണിങ്ങട്ട കറുപ്പുഞ്ചായ പെണ്ണിങ്ങട്ട നിങ്ങൾ നോമ്പ് പിടിക്കോത്തീറ ബൈത്തുള്ള കിടാവുക ആഫത്ത് ചെന്ന്. അപ്പോൾ ഈ പെണ്ണിങ്ങൾക്ക് നോമ്പ് ബുട വേണമെങ്കിൽ കിടാവരെ നിരിച്ചിട്ട് കിടാവരുടെ കാര്യത്തെ പേടിച്ചിട്ട് നോമ്പ് ബുട അങ്ങനെ ബുട്ടിട്ടിന്നെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റമദാൻ അവരെ ഇടയ്ക്ക് ഒരു നോമ്പ് പിടിക്കണം. നോമ്പ് പിടിച്ച മയ്യാവല ഈ കിടാവുക വേണമായിട്ട് പേടിച്ചിട്ടല്ലേ നോമ്പ് വിട്ടത്, ഒരു മുദ്ദ് ഫുഡും കൊടുക്കണം. അർത്ഥമായിത്താ? നെക്സ്റ്റ് റമദാൻ മുന്നലോ നോമ്പ് പിടിക്കണോ, നോമ്പ് പിടിച്ച മയ്യാവല കിടാവരെ നിരിച്ചിട്ട് ബുട്ട കാരണത്താൽ എന്താക്കണു, ഒരു മുദ്ദും കൊടുക്കണം. ഈ കറുപ്പുഞ്ചായ പെണ്ണിങ് അങ്ങനെ പാൽ കൊടുത്തോണ്ടുള്ള പെണ്ണിങ്ങും അങ്ങനെ ನಾನು നോമ്പ് പിടിച്ചെങ്കിൽ കിടാവുക പാലില്ലാണ്ടാവും. അപ്പോൾ ആ കിടാവരെ പേടിച്ച് ബുട്ടെങ്കിൽ നോമ്പ് പിടിക്കലോടൊപ്പം ഒരു മുദ്ദ് കൊടുക്കണോ. അതേ ടൈമിൽ ഡോക്ടറെ ചൊന്ത ഒരു കറുപ്പുഞ്ച് പെണ്ണുങ്ങട്ട നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ആഫത്ത്, നിങ്ങളെ ജീവനത്തിൽ ആഫത്തുണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വന്തം തടിയുടെ കാര്യത്തിൽ ബൈത്തിലുള്ള കിടാവര കാരണത്തിലല്ല സ്വന്തം കാരണത്താൽ പേടിച്ച് നോമ്പ് വിട്ടെങ്കിൽ എന്താക്കാം, നെക്സ്റ്റ് റമദാൻ പണ്ട് മുതൽ നോമ്പ് പിടിച്ചെങ്കിൽ മെയ്യാവും, മുദ്ദ് കൊടുക്കണോണ്ടില്ല. ബൈത്തിലുള്ള കിടാവരമ അല്ല കയ്യിലുള്ള പാൽ കൊടുക്കണ കിടാവരമ പേടിച്ചിട്ട് നോമ്പ് വിടരുതെങ്കിൽ നോമ്പ് മാത്രം പിടിച്ചാൽ മയ്യാവല, അവിടെ മുദ്ദ് ഫുഡും കൊടുക്കണം. ഒരു മുദ്ദ് ചെന്നെങ്കിൽ 700 ഗ്രാം ഉണ്ട് ഞാൻ ചൊന്ന്. ഇനി പിരിസത്തെ മൂമിനികൾ നിങ്ങളെ കൂട്ടത്തിലുള്ള വയസ്സായ ഉമ്മമാർ ബാപ്പമാർ വയസ്സായ നോമ്പ് ഒരിക്കലും പിടിക്കോ ആളെ കൊണ്ട് സാധ്യമില്ല, മറന്നെല്ലാം കുടിച്ചുകൊണ്ടുള്ള ആൾമാർ അങ്ങെന്തരാക്കണം ചെന്നെങ്കിൽ അങ്ങ് ഒരിക്കലും ഇനി രോഗ സുഖപ്പെട്ടിട്ട് ഞാൻ നോമ്പ് പിടിക്കുന്ന ഒരു നിരീക്ഷണേ ഇല്ല. അങ്ങനെ ടൈറ്റുണ്ടെങ്കിൽ അങ്ങ് നോമ്പ് പിടിക്കണ്ട, അങ്ങ് അതിന് ബദൽ ഒരു നോമ്പ് ഒരു മുദ്ദ് ഫുഡ് കൊടുത്തെങ്കിൽ മയ്യാവും. അർത്ഥമായിട്ടല്ലേ, ഒരു മുദ്ദ് ഫുഡ് കൊടുക്കണോ. അപ്പോൾ ഈ ನಾನು ഉദാഹരണം ഇപ്പം ഞാൻ എന്നൊക്കെ ഒരു 9 വർഷം ഇತ್ತು, ഞാൻ ഭയങ്കര വയസ്സായിട്ടുള്ള എൻ്റെ കൊണ്ട് ഇന്നും ആഫിയത്തില്ല. ഈ റമദാൻ വന്ന് അപ്പോൾ ഞാൻ എന്താക്കണം, നോമ്പ് പിടിക്കുക ആവില്ല, മറന്നെല്ലാം ഉണ്ട്, എന്തായാലും നോമ്പ് പിടിക്കുന്ന കാര്യം നടക്കിற പോസിബിൾ അല്ലേ ഉള്ളത്. അങ്ങനെങ്കിൽ നമുക്ക് നോമ്പ് ബുടാം. അപ്പോൾ ഇന്നലത്തെ നോമ്പുകു ഇണ്ടെന്നൊക്കെ എന്താക്കാം, ഒരു മുദ്ദു ഇന്നലത്തെ നോമ്പ് വിട്ടത് ഒരു മുദ്ദു സ്വതക്ക കൊടുക്കാം. 2 നോമ്പ് നാളെ നക്ക് നോമ്പ് പിടിക്കാവില്ല ചൊന്ത് ഇണ്ടും കൊടുക്കാവില്ല. കഴിഞ്ഞു പോയ നാളുള്ളത് അതിന് ഒരു നാളിലത് ഇന്നലത്തെ നഷ്ടപ്പെട്ട നോമ്പുക്ക് ഇണ്ടും കൊടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു വാരം നഷ്ടപ്പെട്ട നോമ്പുക്ക് വേണമായിട്ട് ആ ഒരു വാരം കഴിഞ്ഞ പിന്നത്തെ നാളും കൊടുക്കുക, അല്ലെങ്കിൽ റമദാനല്ല കഴിഞ്ഞിട്ട് 30 നാളുകളിൽ മുദ്ദും ഇയാൾക്ക് കൊടുക്കുക, അങ്ങനെയും ആക്കുക. ഏതായാലും നോമ്പ് പിടിക്കുക ഒരിക്കലും അയാളെ കൊണ്ട് സാധ്യമില്ല, രോഗശിഫയാവുള്ള ഒരവസ്ഥയിലുള്ളെങ്കിൽ മുദ്ദ് മാത്രം കൊടുത്താൽ മയ്യാവൂ. നാളത്തെ നോമ്പിന് ചിണ്ട് കൊടുക്കുകയാവില്ല, ഇന്നലത്തേത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ നാളുടേത് ഇണ്ട് കൊടുക്കുക എന്നിട്ടായിട്ട് വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടിരിക്കും ഞാൻ നിരിക്കറേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കേൾക്കാം, ഉത്തര തണ്ട് ആൾമാർക്ക് ഇത് എത്തുപാട്ടി കൊടുക്കൂ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.